കലങ്കാരി പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലുകളുടെ ഒരു കളക്ഷനാണ് നമ്മൾ ഇന്നും കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കലങ്കാരിയുടെ തന്നെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഡിഫറെന്റ് പ്രിന്റ്സിലുള്ള കലങ്കാരികളാണ് മറ്റു രണ്ട് വീഡിയോയിലും കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പ്യുവർ കലങ്കാരിയാണ്, നല്ല ക്വാളിറ്റിയുള്ള കലങ്കാരി തന്നെയാണ്. പ്യുവർ കോട്ടൺ ആണ്. ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ കാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, പേയ്മെന്റ് ചെയ്യേണ്ടത്, കൊറിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. നമുക്ക് കണ്ടു തുടങ്ങാം. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 159 പെർ മീറ്ററിലാണ്. പ്യുവർ കലങ്കാരിയാണ്. പ്യുവർ കലങ്കാരി പ്രിന്റും കലങ്കാരി കോട്ടണുമാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം. ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന കുർത്തി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വെയർ ചെയ്യാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡ്രസ്സും ഈ കലങ്കാരി ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒത്തിരി പേരൊക്കെ ചോദിച്ചിരുന്നു പ്യുവർ കലങ്കാരി ഇൻക്ലൂഡ് ചെയ്ത് ഇവിടെയെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ കലങ്കാരിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാം, ആ ഒരു കളറിലേക്കാണ് പോയിരിക്കുന്നത്. ക്ലോസ് സീലൊന്ന് കാണിക്കാം. ക്ലോസ് സീൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും ആ ഒരു സ്ക്വയറിലും റെക്ടാങ്കിളിനകത്തൊക്കെ വരുന്ന ഒരു പ്രിന്റില്ലേ, അതേപോലത്തെ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ആണ് അധികം കൂടുതലായിട്ട് ഇതിനകത്ത് പ്രിന്റ് പോയിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെയും വെച്ച് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരിക എന്നുള്ളത് കാണാനായിട്ട് നമുക്ക് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. ഇനി നമുക്കിതിനെ ക്ലോസ് വ്യൂവിൽ കാണാം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ലാസ്റ്റ് വൺ, ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ കാണുന്നത് മെറൂൺ കളർ എന്ന് പറയാം, അങ്ങനത്തെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. പ്യുവർ കലങ്കാരിയാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. 159 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പ്രിന്റിലായിരിക്കും ഇതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ പോകുന്നത്. ഇനി ഇതിൻ്റെ ക്ലോസ് വ്യൂലൊന്ന് കാണിക്കാം. നമ്മളിന്ന് കണ്ടത് പ്യുവർ കലങ്കാരി കോട്ടൺ ആണ്. പ്യുവർ കലങ്കാരി പ്രിന്റ് ആണ്. അപ്പോൾ വെയർ ചെയ്യുന്നവർക്കും യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം കലങ്കാരി എന്താണെന്നുള്ളതും അതിൻ്റെ ഫാബ്രിക് എങ്ങനെയാണ് പോകുന്നു എന്നുള്ളതും. അപ്പോൾ ഒരു പരിവരുത്ത കോട്ടൺ തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഫിനിഷിലാണ് ഈ കോട്ടൺ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പോലെ, കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിടാനൊക്കെ പോലെ, അതുപോലെ ഞാൻ ചെയ്തപോലത്തെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ 159 പെർ മീറ്ററിലാണ്. 159 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്കിതൊരു മെറൂൺ കളർ എന്ന് പറയാം. ഒത്തിരി കളർ കാണുമ്പോൾ പേര് പറയുമ്പോൾ കുറച്ച് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കലങ്കാരി യൂസ് ചെയ്യാത്തവരുടെ അറിവിലേക്കായിട്ട് പറയട്ടെ, ഇതൊരു പരിവരുത്ത കോട്ടൺ ആണ് കേട്ടോ. സ്മൂത്ത് അല്ല. നമ്മുടെ ജയ്പൂരിൽ വന്ന ക്യാമ്പ്രിക് പോലെയല്ല, പരിവരുത്ത കോട്ടൺ തന്നെയാണ്. വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെയായിരുന്നു കോട്ടൺ, കോർത്തുണിയാണ്, അങ്ങനെയൊന്നും പറയാൻ ഇടവരാണ്ടിരിക്കാനാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ ലിനൻ കോട്ടൺ സാരി വെച്ച് ചെയ്തപ്പോഴും കുറച്ച് പേര് പറഞ്ഞു ഇതൊരു കോറത്തുണിയാണെന്ന്. ലിനൻ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഫാബ്രിക് ആണത് വരുന്നത്. പക്ഷേ യൂസ് ചെയ്യാത്തവർക്ക് ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവർക്കൊക്കെ വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, ഒന്നും തന്നെ ഹൈഡ് ചെയ്യുന്നില്ല. എങ്കിലും ചിലരൊക്കെ വാങ്ങിച്ചതിന് ശേഷം അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ശരിക്കും ഇതൊരു കോറത്തുണി പോലെ തന്നെയാണ് ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. യൂസ് ചെയ്യുന്നവർക്കും കലങ്കാരി എന്താ പറയുക, വീക്ക്നെസ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. ക്ലോസ് വ്യൂവിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 159 ആണ്. പ്യുവർ കലങ്കാരിയാണ് കേട്ടോ. 159 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 159 രൂപ പെർ മീറ്റർ. നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. എല്ലാം തന്നെ നമുക്ക് ഏത് ഡിസൈനാണ് എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. കലങ്കാരിയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം കേട്ടോ. പിന്നെ ഒരു ബേസ് ആയിട്ടുള്ള കളർ ചിക്കുവിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു ചിക്കു കളറിലുള്ള പാൻറ് ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം പെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതുമാണ്. ഒരു ഗ്രീനും അതുപോലെ പീച്ചൊക്കെ കൂടെ മിക്സ് ആയി വന്നിട്ടുള്ളതാണ്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. അന്ന് ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെയാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ കാണുന്നത് സെക്കൻഡ് വീഡിയോയിൽ കണ്ടതുപോലെ ഒരു സ്ക്വയറിനകത്തും റെക്ടാങ്കിളിനകത്തൊക്കെ വന്നിട്ടുള്ള ഒരു പ്രിന്റാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിന്റ് തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ വൺ ലെയർ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. വൺ ലെയറിൽ ക്ലോസ് വ്യൂവിൽ, വൺ ലെയർ അല്ല ക്ലോസ് വ്യൂവിൽ നോക്കുമ്പോൾ അതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് മനസ്സിലാകും.
ബ്രൗണും അതുപോലെ ബ്ലൂ ഒക്കെയാണ് അതിന് അധികമായിട്ട് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറിലാണ്. അതിനകത്ത് തന്നെ ചിക്കു കളറുണ്ട്, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കളർ കോഡ് പോകുന്നത്. $44 വിഡ്ത്തിൽ തന്നെ $159 പെർ മീറ്ററിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂല് കാണാം ഡിസൈൻ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിൽ തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ് കലങ്കാരി. ഇപ്പോൾ നമ്മൾ 3 വീഡിയോ ചെയ്തിരിക്കുന്നു. നമ്മളത് അധികം ക്വാണ്ടിറ്റി തന്നെ എന്താ പറയുക സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഡിഫറെൻറ്റ് പ്രിൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിത് മൂവ്മെൻ്റ് അനുസരിച്ച് ഓൺലൈനിൽ ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേർ ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ
ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.